മാറിക്കടങ്ങട്. ഇത് ഞാൻ പറയേണ്ട ഡയലോഗ് അല്ലേ, പിന്നെ എന്തിനാ താൻ പറയണത്? സാറ് പറയേണ്ട ഡയലോഗ് ഞാൻ പറഞ്ഞിട്ട് സാറിന്റെ ജോലി ഭാരം കുറച്ചതല്ലേ? അങ്ങനെ നീ വലിയ ജോലി ഭാരം കുറക്കാൻ നിക്കണ്ട കേട്ടാ. ബുക്കും പേപ്പറും ഇല്ല, ലൈസൻസും ഇല്ല, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല, ഒന്നും ഇല്ലാണ്ടാവും വന്നേക്കാണ്. സാറേ ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം കറക്റ്റാ. എല്ലാം കറക്റ്റ്, എല്ലാം കറക്റ്റ് ആണല്ലോ. എന്നിട്ട് നീ എന്താ ബുക്കും പേപ്പറും ഇല്ലാന്ന് പറഞ്ഞത്? അതാണ് ഞാനും ആലോചിക്കണത്. ഞാൻ എടുത്തോണെന്ന് ഒരു വണ്ടിയിലും ബുക്കും പേപ്പർ ഉണ്ടായിരുന്നില്ല സാറേ. അപ്പൊ മോഷ്ടിച്ചിട്ട് വന്ന വണ്ടിയാണ് സാർ. ഇത്ര ധൃതിയല്ലേ? അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ട് വന്നതാ. ഇവിടെ നോക്കിയേ. സുഖമല്ലേ? സുഖാണ് സാറേ. മുടിയെടുത്ത് പുറത്തേക്ക് ഇട്ടടാ. കള്ളൻ സുഖു. എടാ സുഖു, ഈ ഷാരൂഖ് ഖാന്റെ പോലെ മുടി ചരിച്ചിട്ട് ഇരിയിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അറിയൂലെന്ന് കരുതിയാ. എടാ നിന്നെ ഞാൻ കൂത്താട്ട് വളർത്തൊരു വീട് കുത്തി തുറന്ന കേസിൽ പിടിച്ചാലടാ, എന്നിട്ട് നീ നന്നായില്ലേ? അല്ല, അന്ന് പിടിച്ച് കോടതിയിൽ തെളിവില്ലാത്തോണ്ട് എന്നെ വെറുതെ വിട്ട്. പിന്നെ മോഷ്ടിച്ച സ്വർണ്ണൊക്കെ എനിക്ക് തന്നെ എടുക്കാലോ സാറേ. അവര് മീറ്റിംഗ് ഉണ്ട്. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ആ വീട്ടിൽ ആളില്ലെന്ന് എങ്ങനെ നിനക്ക് മനസ്സിലായി? അത് FB വഴി. സാറേ SP വരെ ഈ കളവിന് കൂട്ടി നിന്നോ? ഈ SP ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ ഔട്ട് ആവും. അയ്യോ, നിങ്ങൾ എന്തേ പറയണേ? SP അല്ല, FB, ഫേസ്ബുക്ക്. ആ ഫേസ്ബുക്ക് വഴിയാണോ? ഫേസ്ബുക്ക് വഴി നീ എങ്ങനെ മനസ്സിലാക്കി? ഈ ഫാമിലി ഫേസ്ബുക്കിൽ ഒരു ഫാമിലി ഫോട്ടോ ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചവര് വി ആർ എൻജോയിങ് ഊട്ടി അറ്റ് 4 days. സാറേ ആൾമാറാട്ടം. ഇത് ഷേപ്പ് മാറി. അല്ലടാ, ഇയാളെന്തിനാ തല്ലിയത്? ഇംഗ്ലീഷ് പറഞ്ഞു, നമ്മളെ മലയാളത്തിൽ പറയടാ. അതായത് അവര് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു അവര് ഊട്ടിയിലാണ് 4 ദിവസം അടിച്ചു പൊളിക്കാൻ പോയേക്കാണെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി ആ വീട്ടിൽ ആരും ഇല്ലാന്ന്. ഓക്കെ, അതെ അതെ. എന്നിട്ട് നീ പക്ഷെ എന്നാലും അവരോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് സാറേ ഞാൻ മോഷ്ടിച്ചത്. അതെങ്ങനെ? ഞാൻ അവരുടെ പോസ്റ്റിന്റെ അടിയിൽ ഒരു കമന്റ് ഇട്ട്, വാവോ നിങ്ങൾ അവിടെ അടിച്ചു പൊളിക്കുക, ഞാൻ ഇവിടെയും പൊളിക്കാന്ന്. അപ്പൊ അവര് തിരിച്ച് എനിക്ക് മറുപടി ഇട്ട്, നിങ്ങൾ അവിടെ പൊളിക്കുമ്പോഴത്തേ നമ്മള് കൂടിയുണ്ടെന്ന്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, പൊളിച്ചു കയറി. ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഇവനെ കണ്ടുപിടിച്ചു. താങ്ക് യു സർ, താങ്ക് യു. കേറിപ്പോടാ വണ്ടിക്ക്. എടോ, ഇതൊക്കെ ഞങ്ങള് പറയേണ്ട ഡയലോഗാണ്. അല്ല, അത് ഞാൻ പറഞ്ഞ സാറിന്റെ ജോലി ഭാരം ഒന്ന് കുറച്ചല്ല. നീ വലിയ ജോലി ഭാരം കുറക്കാൻ നിൽക്കണ്ട, കേറിയിടാ ജീപ്പില്. അല്ല, അപ്പൊ സ്കൂട്ടറോ? സ്കൂട്ടർ ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിച്ചോളാം. അപ്പൊ ഞാൻ അവിടെ വന്ന് കട്ടോളാം. നിന്നെ ശരിയാക്കി തരാടാ. ജീപ്പിലൊന്നും ആരുമില്ല കേട്ടോ, അവൻ ജീപ്പ് അടിച്ചോണ്ട് പോയാലോ? അത് കൊണ്ടോട്ടോ, അത് ഉരുമ്പോ ആർക്ക് വേണം? അതെങ്ങനെയായിരുന്നു നമ്മുടെ തലേന്ന് ഒഴിയാൻ നിൽക്കണ്. എന്നിട്ട് ഒരു പുതിയ ജീപ്പിൽ നമുക്ക് ഓർഡർ ചെയ്യാലോ.